നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അദാലത്തിലൂടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിവേഗം പരിഹാരം കാണുകയാണ് സർക്കാർ എന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. തലശ്ശേരി താലൂക്ക് അദാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനിക്കുകയായിരുന്നു മന്ത്രി. പരാതികളുടെ പ്രാധാന്യവും പ്രസക്തിയും പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതാത് മേഖലകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചേർന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളും. ജനകീയ പ്രശ്നങ്ങളിൽ എന്നതുപോലെ വ്യക്തിപരമായ പ്രശ്നങ്ങളും കാലവിളംബം കൂടാതെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇനിയും പരിഹരിക്കപ്പെടണം എന്നാവശ്യമായി പുതിയ നിർദ്ദേശങ്ങളുമായി വന്നവരും എല്ലാവരുമുണ്ട്. അതെല്ലാം കേട്ട് തത്സമയം സ്വീകരിക്കാനും അത് പരിഹരിക്കാനും പരിഗണിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ആ നിലയിൽ സമയബന്ധിതമായി അല്പസമയം എടുത്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം പ്രസക്തി ഇതെല്ലാം കണക്കെടുത്തുകൊണ്ട് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെയാണ് ഈ പരിപാടി സംസ്ഥാനത്ത് ആരംഭിച്ചത്. നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് അത് ഉദ്ഘാടനം ചെയ്തു. സമർപ്പിച്ചിട്ടുള്ള പരാതികൾ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ പരിചിതം ചെയ്തുകൊണ്ട് അതാത് മേഖലകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് നൽകാൻ സാധിച്ചു. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ നൽകി. അത് ആ ക്രമീകരണങ്ങളാണ് എല്ലായിടവും. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു മുഖ്യാതിഥിയായി. പൊതുവികസനം മാത്രമല്ല, ജനങ്ങളുടെ ചെറുതും വലുതുമായ ഒട്ടനവധി വിഷയങ്ങൾ കൂടി പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. AAY PHH മുൻഗണന റേഷൻ കാർഡുകൾ അനുവദിച്ച 19 പേർക്ക് അദാലത്തിൽ കാർഡുകൾ വിതരണം ചെയ്തു. KP മോഹനൻ MLA അധ്യക്ഷനായി. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി, ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADMC പത്മചന്ദ്ര കുറുപ്പ്, സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് C രാജീവൻ, ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് MK സെയ്തു, കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV മിനി, തലശ്ശേരി തഹസിൽദാർ M വിജേഷ്, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. നേരത്തെ നൽകിയ പരാതികൾക്ക് പുറമെ പുതിയ പരാതികളും സ്വീകരിക്കുന്നുണ്ട്. തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഡിസംബർ 12 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലും, പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ 13 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഡിസംബർ 16 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലാണ് ഇരിട്ടി താലൂക്ക് അദാലത്ത് നടക്കുക. തളിപ്പറമ്പ് 193, പയ്യന്നൂർ 162, ഇരിട്ടി 161 എന്നിങ്ങനെയാണ് താലൂക്കുകളിൽ ലഭിച്ച പരാതികളുടെ എണ്ണം. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കും. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.